സിനിമ സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റെ വിയോഗം വിശ്വസിക്കാനാകുന്നില്ല പ്രിയപ്പെട്ടവർക്ക്. തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ നിന്നുമാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ദിലീപിന് വലിയ സുഹൃത്ത് വലയവും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു നടി സീമാജി നായരും. ഇപ്പോഴിതാ നടന്റെ അപ്രതീക്ഷിത വേർപാടറിഞ്ഞ് നടി പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. നടി സീമാജി നായർ പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ആദരാഞ്ജലികൾ. 5 ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ? അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത്? ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര, എന്തെഴുതണമെന്ന് അറിയില്ല. ആദരാഞ്ജലികൾ എന്നാണ് സീമാജി നായർ കുറിച്ചത്. ദിലീപിന്റെ മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പഞ്ചാഗ്നി സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കർ ആയിരുന്നു. അമ്മയറിയാതെയിലെ അലീനയുടെ പപ്പയായി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം മുഴുവൻ നേടിയെടുത്ത ദിലീപ് ശങ്കർ ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി എന്ന സീരിയലിൽ അഭിനയിക്കവെയാണ് അദ്ദേഹത്തെ തേടി മരണം എത്തിയത്. തിരുവനന്തപുരത്തെ ഹോട്ടൽ അരോമ ക്ലാസിക്കിലെ മുറിയിലാണ് ദിലീപ് ശങ്കറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മുറിയിൽ മറ്റു പിടിവലികളോ ദാരുണ സംഭവങ്ങളുടെയോ ഒന്നും തന്നെ ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ 90% അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് നേരത്തെ തന്നെ ചില ജീവിതശൈലി രോഗങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയാഘാത സാധ്യതയിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. സീരിയലിന്റെ ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്തെത്തിയതായിരുന്നു അദ്ദേഹം. അങ്ങനെ എത്തുമ്പോൾ മിക്കവാറും ഈ ഹോട്ടലിലാണ് താമസിക്കുക. ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണവും കഴിക്കുക. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം ഭക്ഷണം കഴിക്കാനൊന്നും പുറത്തേക്ക് വന്നിരുന്നില്ല. എന്നാൽ മറ്റു തിരക്കുകളായിരിക്കുമെന്നായിരുന്നു ഹോട്ടൽ ജീവനക്കാരും കരുതിയത്. ഇക്കുറിയും പതിവ് പോലെ ഷൂട്ടിങ്ങിനെത്തിയ ദിലീപ് ശങ്കർ 2 ദിവസം മുമ്പാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. എന്നാൽ മുറി വിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല. ഇന്ന് രാവിലെയോടെയാണ് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കി പരിശോധിച്ചത്. അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് പോലീസ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും പരിശോധിക്കുകയുമായിരുന്നു. ഹോട്ടൽ മുറിയിൽ പിടിവലിയുടെയോ മറ്റു ലക്ഷണങ്ങളോ ഒന്നുമില്ലാത്തതിനാൽ ഇത് ഹൃദയാഘാത സാധ്യതയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതേസമയം ദുശീലങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. 2 വർഷം മുന്നെയാണ് മദ്യപാനമടക്കമുള്ള എല്ലാ ദുശീലങ്ങളും അദ്ദേഹം നിർത്തിയത്. പിന്നാലെ വലിയ ദൈവവിശ്വാസിയായി മാറുകയും ചെയ്തിരുന്നു. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത അമ്മയറിയാതെ, സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത സുന്ദരി തുടങ്ങിയ സീരിയലുകളിലടക്കം നിർണായകമായ വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. എറണാകുളം സ്വദേശിയാണ്. ഭാര്യയും ഒരു മകളും മകനുമാണ് കുടുംബമായുള്ളത്. അഭിനയത്തിനു പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സും മാജിക് ഫുഡ്സ് എന്ന പേരിൽ മറ്റ് ഭക്ഷണ വിഭവങ്ങളും വിപണിയിൽ എത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ബിസിനസ്സും വമ്പൻ വിജയമായിരുന്നു. സീരിയൽ താരങ്ങളെ അടക്കം അണിനിരത്തിയായിരുന്നു ഈ ഭക്ഷണ സാധനങ്ങളുടെ പ്രമോഷൻ അടക്കം നടത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.